വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തിന് വളരെ ദുഃഖപൂർണമായിട്ടുള്ള ഒരു ദിനമായിരുന്നു. അതുപോലെ തന്നെ വിജയ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന്റെ ഒരു ദിനവും കഴിഞ്ഞ ദിവസം വളരെയധികം മോശമായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ തന്നെ അതിന്റെ ഏകദേശം ഡീറ്റെയിൽസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. കരൂറുണ്ടായ ഒരു വലിയ സ്റ്റാമ്പീഡ്, ആ സ്റ്റാമ്പീഡിൽ കുട്ടികൾ, സ്ത്രീകൾ, ഗർഭിണികൾ ഉണ്ടെന്ന് പറയുന്നു. ഏകദേശം 100-ലേറെ പേർ, 1000-ലേറെ പേർ ഇപ്പോൾ ചികിത്സയിലാണ്. ഏകദേശം ഞാൻ മനസ്സിലാക്കുന്ന 50-ലേറെ പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണെന്നൊക്കെ പറയപ്പെടുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കരൂർ വിജയ് നടത്തിയ റാലിയിൽ വലിയ രീതിയിലുള്ള സ്റ്റാമ്പീഡ് ഉണ്ടായത്. അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരലുകളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിയ രീതിയിലുള്ള ചെളി വാരി എറിയലുകളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ആത്യന്തികമായിട്ട് ഇതിന്റെ ഉത്തരവാദി വിജയ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. മാധ്യമപ്രവർത്തകർ, തമിഴ്നാട്ടിലെ ജനങ്ങൾ, ഇവരെല്ലാം പറയുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുമുണ്ട്. വിജയുടെ ചെയ്തികൾ കാരണം തമിഴ്നാട് DGP അടക്കം പറയുന്നത് ഈ സ്റ്റാമ്പീഡ് ഉണ്ടാവാനായിട്ടുള്ള പ്രഥമ കാരണം എന്ന് പറയുന്നത് വിജയ് ആണ്. വിജയ് എത്താനുള്ള സമയം അത് ലേറ്റ് ആയിപ്പോയി. കാരണം അവിടെ സ്ത്രീകളും കുട്ടികളും, ഈ വിജയുടെ റാലി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഈ റാലിയിൽ വരുന്നത് മുഴുവൻ വലിയ വലിയ വയോധികന്മാരും വലിയ മെച്ചൂരിറ്റി എത്തിയ ആൾക്കാരും ഒക്കെ. അങ്ങനെയല്ല. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, ഏകദേശം 10,000-ഓളം പേർ അങ്ങോട്ട് എത്തി എന്നാണ് പറയുന്നത്. 10,000-ഓളം പേർ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല, അവരുടെ ഒരു സൂപ്പർ താരത്തെ കാണാനുള്ള ഒരു ആവേശത്തിലാണ് ജനങ്ങളും കുട്ടികളും ഒക്കെ അങ്ങോട്ടേക്ക് എത്തുന്നത്. 50,000 പേർക്ക് ഒത്തുകൂടാനുള്ള ഒരു ഗ്രൗണ്ട് കൊടുത്തു. കോടതി 10,000 പേരെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ 2 ലക്ഷത്തിന് മേലെ ആൾക്കാർ വന്നു എന്നാണ് അനൌദ്യോഗികമായിട്ടുള്ള കണക്ക്. അവിടെ തന്നെ സംഘാടനം പാളി. പിന്നെ പ്രധാനമായിട്ടും വിജയുടെ പാർട്ടിക്കാർ, TVK-കാർ പറയുന്നത് ഒരു പോലീസിന്റെ ഒരു ലാത്തി ചാർജ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഒരു സ്റ്റാമ്പീഡ് ഉണ്ടായിരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ പോലീസിന്റെ ലാത്തി ചാർജ് ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ വിജയ് അവിടെ എത്തി. വിജയ് അവിടെ എത്തിയപ്പോൾ 6 മണിക്കൂർ ലേറ്റായി. ഈ സ്ത്രീകളും കുട്ടികളും എല്ലാം പൊരിവെയിലത്തും മഴയത്തും ഒക്കെ അവിടെ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ട് ശ്വാസം കിട്ടാതെയും ഭക്ഷണമില്ലാതെയും വെള്ളം കുടിക്കാതെയും എല്ലാം പലരും കുഴഞ്ഞു വീഴാൻ തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകളാണ്. പക്ഷെ ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സ്റ്റാമ്പീഡ് ഉണ്ടായ ശേഷം വിജയ് ഒന്നും മിണ്ടാതെ അദ്ദേഹം ചെന്നൈയിലെ വീട്ടിനകത്ത് പോയി ഒരു ട്വീറ്റ് ഇടുകയാണ് ചെയ്തത്. സ്റ്റാലിൻ ഒരു ഒളിയമ്പുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. വീട്ടിലിരുന്നാൽ എനിക്കിപ്പോൾ ഉറക്കം വരില്ല. വിജയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് നാട്ടിലിറങ്ങി പ്രവർത്തിക്കണം എന്നാണ് സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വിജയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യത്തെ പ്രതിസന്ധി തന്നെ ഒരു പ്രതിസന്ധി എന്ന് പറയാൻ പറ്റില്ല, ഒരു കരിനിഴൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നാളെ ഇപ്പോൾ വിജയ് രാഷ്ട്രീയം വിട്ട് സിനിമയിലേക്ക് എത്തിയാലും ഈ ഒരു കരിനിഴൽ വിജയെ വേട്ടയാടി തർക്കമില്ല. കാരണം രജനീകാന്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തമിഴ്നാട്ടിൽ ഈ കോപ്പർ പ്ലാന്റുകളും ഈ സ്റ്റെർലൈറ്റ് കമ്പനികളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു വെടിവയ്പ് അവിടെ നടന്നു. അപ്പൊ വെടിവയ്പ് നടന്നപ്പോൾ തമിഴ്നാട്ടിൽ ജനങ്ങളുടെ കൂടെ നിൽക്കാതെ രജനീകാന്ത് ആ വെടി വയ്ക്കാനായിട്ട് നിന്ന സർക്കാരിന്റെ കൂടെ, ഭരണകൂട ഭീകരതയുടെ കൂടെയാണ് നിന്നത് എന്നുള്ള ഒരു ആരോപണം ഇപ്പോഴും രജനീകാന്തിനെ വേട്ടയാടുന്നുണ്ട്. അപ്പൊ സമാനമായിട്ടുള്ള ഒരു വേട്ടയാടൽ വിജയുടെ ജീവിതത്തിലും ഉണ്ടായേക്കാം എന്ന് പല ആൾക്കാരും പറയുന്നു. കാരണം അത്രയും വലിയ, വേറെ ഒരു സൈഡിൽ കുറെ ആൾക്കാർ പറയുന്നു ഇത് സ്റ്റാലിന്റെ മാസ്റ്റർ പ്ലാൻ ആണ്, വിജയുടെ വെർച്വൽ വോറിയേഴ്സ് പറയുന്നത്. കാരണം സ്റ്റാലിൻ അഡ്വക്കേറ്റ് ആയിട്ടുള്ള പോലീസിനെ അവിടെ അലോ ചെയ്തിരുന്നില്ല. അണ്ണാമല അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം എക്സിൽ പോസ്റ്റ് ചെയ്തത് ഞാൻ വായിച്ചത്, അണ്ണാമല പറയുന്നത് ഇതൊരു ശീലമായി മാറിയിരിക്കുകയാണ്. കാരണം അവരുടെ ഏതെങ്കിലും റാലിയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അവർ ഇഷ്ടംപോലെ പോലീസുകാരെ, അതായത് ജനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കാൻ രാജ്യത്തില്ലാത്ത എല്ലാ പോലീസുകാരെയും കൊണ്ടുപോയി. പക്ഷേ പ്രതിപക്ഷ പാർട്ടികളുടെ എന്തെങ്കിലും റാലിയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അവർ പോലീസിനെ വിട്ടുതരാൻ മടി കാണിക്കുന്നു, വിമുഖത കാണിക്കുന്നു. ഇതൊരു ശീലമായി മാറിയിരിക്കുകയാണ് എന്ന് അണ്ണാമല വളരെ ശക്തമായിട്ട് അതിനെ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ BJP-ക്കാരെ തെറി പറഞ്ഞിരുന്ന TVK-യുടെ പല അണികളും അണ്ണാമലയെ ഇപ്പൊ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പക്ഷെ ഇതിലെല്ലാത്തിലും ഉപരി ഒന്നും പറയാതെ വിജയ് ഇങ്ങനെ വീട്ടിലേക്ക്, ചെന്നൈയിലേക്ക് പോയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. സെന്തിൽ ബാലാജിയുടെ മണ്ഡലത്തിൽ ശക്തി തെളിയിക്കാനാണ് താൻ വന്നത് എന്ന് വിജയ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും പല ആൾക്കാരും ആരോപിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ വിജയ് എന്ന് പറയുന്ന നടനോട് പലപ്പോഴും ഈ TVK-ക്കകത്തുള്ള ആൾക്കാർ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പോപ്പുലാരിറ്റി മനസ്സിലാക്കണം, നിങ്ങൾ വരുന്നത് ആൾക്കാർ കൂടും, തടിച്ചു കൂടും, ശക്തിയൊക്കെ നമുക്ക് തെളിയിക്കാം, പക്ഷെ വിജയ് ആണ് യഥാർത്ഥത്തിൽ ഇല്ല എനിക്ക് ശക്തി തെളിയിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുവന്നത് എന്നുള്ള ആരോപണങ്ങൾ വേറൊരു ഭാഗത്ത് വരുന്നു. അപ്പൊ മൊത്തത്തിൽ ജഗ പുകയാണ്. വിജയ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന്റെ തുടക്കം ഗംഭീരമായിരുന്നു, ഒടുക്കം ഇതാകുമോ? അങ്ങനെയാണെങ്കിൽ അത് ആ ഗംഭീരത്തിനപ്പുറം ഒടുക്കം അതിഗംഭീരമായി മാറുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഏതായാലും വിജയെ സംബന്ധിച്ച് ഈ ഒരു അപകടം യാദൃശികമാണെന്ന് പറയാൻ കഴിയില്ല. 2004 വിജയുടെ തിരുപ്പാച്ചി എന്ന് പറയുന്ന ഒരു സിനിമ, ആ സിനിമയുടെ റിലീസിങ് നടക്കും, ഓഡിയോ റിലീസിങ്, ഫാൻസുകാരെയൊക്കെ വെച്ചിട്ടാണ്. അത് വലിയ ജനത്തിരക്കുണ്ടായി, അതിൽ മരണം സംഭവിച്ചു. പക്ഷെ ആ മാധ്യമങ്ങളൊന്നും വലിയ രീതിയിൽ അത് കൊടുത്തിരുന്നില്ല എന്നുള്ളത് 2004. അപ്പൊ വിജയ്ക്ക് അത് അറിയാൻ പാടില്ലാതില്ല. 2004 അവിടെ കൊണ്ട് തീരുന്നില്ല. 2009
വിജയ് ഫാൻസ് മീറ്റിംഗ് നടക്കുന്നു. അതിനിടയിലും തിക്കിലും തിരക്കിലും പെട്ട് മരണം സംഭവിക്കുന്നു. പക്ഷേ ഫാൻസുകാർ മരണം സ്ഥിരീകരിക്കുന്നില്ല, മറ്റു കാരണങ്ങളാൽ മരിച്ചു എന്നാണ് അവർ പറയുന്നത്. 2011 വിജയ്യുടെ ജന്മദിനം ആഘോഷിക്കുന്നു. ഒരാൾ തിക്കിലും തിരക്കിലും പെട്ട് കൊല്ലപ്പെടുന്നു. ഇനി 2017 വരുമ്പോൾ വീണ്ടും വിജയുടെ വിജയാഘോഷം, സിനിമയുടെ മറ്റുമൊക്കെ വിജയാഘോഷത്തിന്റെ ഭാഗമായി ജനം തടിച്ചു കൂടുന്നു. അന്ന് വലിയ രീതിയിൽ തന്നെ തിക്കും തിരക്കും ഉണ്ടാകുന്നു. അനവധി പേർക്ക് പരിക്കേൽക്കുന്നു. ഇത്രയും സംഭവങ്ങൾ വിജയ്ക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടില്ല. അപ്പോൾ ആ നടൻ വരുന്നിടത്തൊക്കെ ഇതൊരു സ്വാഭാവികമായി തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് പലയിടത്തും. അല്ലാതെ ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ ജനം കൂടി എന്നുള്ളതോ ഇല്ലെങ്കിൽ തിക്കും തിരക്കും ഉണ്ടായതോ ഉള്ളത് ഈ നടനെ സംബന്ധിച്ചാണെങ്കിൽ അത് തെറ്റാണ്. കാരണം 2004 മുതൽ ഇദ്ദേഹത്തിന്റെ പരിപാടികൾക്ക് ആള് കൂടുന്നതും തിക്കും തിരക്കും ഉണ്ടാകുന്നതും അപകടം ഉണ്ടാകുന്നതും സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഇനി നമുക്കിത് കാര്യത്തിലേക്ക് വരുമ്പോൾ ശ്രീ വെങ്കട്ടരാമൻ എന്ന് പറയുന്ന DGP, തമിഴ്നാടിന്റെ DGP ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന 95 പേർ ഗുരുതരമായി വിവിധ ആശുപത്രികളിലാണ്. ഇവിടെ 10,000 പേർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്തേക്ക് പോലീസിന്റെ കണക്കനുസരിച്ച് 27,000 പേരാണ്. രാഷ്ട്രീയ DMK ഒക്കെ പറഞ്ഞ 1,00,000 പേര് വന്നു, അത്രയും വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് അറിയില്ല. 27,000 പേരാണ് പോലീസ് പറയുന്നത്. 10,000 പേരുള്ളിടത്ത് 27,000 പേരെത്തുന്നു. ഇത് ഈ ഓരോ സമയം കഴിയുന്തോറും ഈ ജനം കൂടിക്കൂടി വരുന്നു. സ്വാഭാവികമായും നമ്മുടെ ഇടയിലുള്ള ഒരു പഴയ ആചാരം, ഇപ്പോഴേ രാഷ്ട്രീയക്കാരൊന്നും അത് ചെയ്യാറില്ല, പഴയ ആചാരം എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തകരും ആരാധകരും ഇരിക്കുമ്പോൾ അവരെ മാക്സിമം ഇരുത്തി മുഷിപ്പിച്ചതിന് ശേഷം ഒരു എൻട്രി അവിടേക്ക് നടത്തുക എന്നുള്ളതാണ്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ നേതാക്കന്മാരുടെ സ്ഥിരം രീതിയായിരുന്നത്. അതായത് ഉച്ചയ്ക്ക് 2 മണിക്ക് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാത്രിയാകുമ്പോഴേക്ക് എത്തും. കാരണം ഇവരുടെ ആകാംക്ഷ കൂട്ടുക, ഇതിന്റെ താരമൂല്യം ഉയർത്തുക. ആ കാലഘട്ടം പോയി. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പോലും കൃത്യമായ സമയത്താണ് ഈ റാലികളിലും മറ്റുമൊക്കെ പങ്കെടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടു. ഇപ്പൊ ഇന്ത്യയില് ഇതുപോലെയുള്ള ഈ ആൾക്കൂട്ട മരണങ്ങൾ, തിരക്കിനിടയിൽപ്പെട്ടുള്ള മരണങ്ങൾ ഇതാദ്യമൊന്നുമില്ല. 1994 ഈ പറയുന്ന ഗോവരി എന്ന് പറയുന്ന സമുദായങ്ങളിൽ നാഗപ്പൂരിലേക്ക് ഒരു മാർച്ച് നടത്തി. അന്ന് പോലീസ് അതാണ് ഈ ലാത്തിച്ചാർജിന്റെ കഥ എങ്ങനെ വന്നു എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. ഈ പലയിടത്തും ഈ പോലീസ് ലാത്തി വീശുന്നതാണ് ഈ ജനത്തിരക്കിന് കാരണം. അതായത് ആളുകളോടും ആളുകളുടെ പുറത്തുകൂടി ആളുകൾ കടന്നു പോകും. ഇതാണ് പുല്ലുമേടും ഒക്കെ നമ്മൾ കണ്ട സാധനം. ഇതാണ് എല്ലായിടത്തും നടക്കുന്നത്. ഈ 94 ഇത് കണക്ക് ഗോവരി എന്ന് പറയുന്ന ഒരു സമുദായം ഒരു വലിയ പ്രക്ഷോഭം നാഗ്പൂരിലേക്ക് നടത്തി. പോലീസ് ലാത്തി വീശി 114 പേരാണ് അതിൽ ഈ തിക്കിലും തിരക്കിലും പെട്ട് കൊല്ലപ്പെട്ടത്. അവിടെയാണ് ഈ പോലീസ് ലാത്തി വീശി എന്നുള്ള ഒരു തിയറി കടന്നു വരുന്നത്. അവിടെയാണ്. അതുകൊണ്ട് ജനങ്ങള് പാനിക്കായി അങ്ങനെ വരും. ഉത്സവപ്പറമ്പിലാണ് ആന വരണ്ടു, അങ്ങനെ പല കാരണങ്ങളുണ്ട് ഇതിനൊക്കെ. അപ്പൊ ഇങ്ങനെ വരുന്നു. ഈ തിക്കും തിരക്കും ഉണ്ടാകുന്നത് പല കാരണങ്ങളാലാകാം. ഒരുപക്ഷെ ഈ ഒരു ചെറിയ സ്ഥലത്തേക്ക് ഒരുപാട് പേർ തിങ്ങിക്കൂടുമ്പോൾ വരുന്ന ഒരു തിക്കും തിരക്കുമാകാം. നമുക്കറിയാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ വേദിയിൽ പോലും ഇങ്ങനെയുള്ളത് വരും. നമ്മുടെ ഈ അടുത്ത് എറണാകുളത്ത് ഒരു സിനിമാ നടിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ഡാൻസ് പ്രോഗ്രാം നടക്കേണ്ട ഒരു സ്റ്റേഡിയത്തിൽ. അവിടെ നമ്മുടെ MLA PT തോമസിന്റെ ഭാര്യ ശ്രീമതി ഉഷ തോമസ് അവർ സ്റ്റേജിൽ നിന്ന് തള്ളി താഴെയിട്ട് അപകടം പറ്റി എത്രയോ ദിവസം ICUവിലായിരുന്നു. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിലുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാകുന്നു. വിജയ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പാർട്ടി, ആ പാർട്ടിക്ക് വിജയ് അല്ലാതെ മറ്റാരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കെട്ടും മട്ടും ഇതിനില്ല എന്ന് തുടക്കം മുതൽ നമ്മൾ മുമ്പ് ഒരു ചർച്ച നടത്തിയിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞത് യാതൊരു എക്സ്പീരിയൻസ് ഉള്ളവരും അതിലില്ല. ആകെ ഉള്ളത് ഒരു വട്ടം MLA ആയ ഒരു വ്യക്തി മാത്രമാണ് ഇതിന്റെ കൂടെ ഉള്ളത്. ഒന്ന് സാന്റിയാഗോ മാർട്ടിന്റെ മരുമോനാണ് ഒരാളുള്ളത്. അങ്ങനെ ഇവരുടെ കൂടെ ഉള്ളതെല്ലാം സ്കോളർമാരുണ്ട്, ഇല്ല എന്നുള്ളത് നമ്മൾ പറയുന്ന സാഹിത്യകാരന്മാരുണ്ട്. ഇവരല്ലല്ലോ പൊളിറ്റിക്കൽ എന്ന് പറയുന്നത്. ഇങ്ങനെയല്ല. എന്തുകൊണ്ടാണ് BJPയുടെയും കോൺഗ്രസിന്റെയും CPM-ന്റെ ഒന്നും ഇതിനേക്കാൾ വലിയ ആള് കൂടുന്നിടത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാത്തത്? ഇതിനൊരു മാനേജ്മെന്റ് ഉണ്ട്. റാലി നരേന്ദ്രമോദിയുടെ ആണെങ്കിൽ അദ്ദേഹം പങ്കെടുക്കുന്ന റാലിക്ക് മിനിമം 1,00,000 പേർ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിന് അവർക്ക് ഈ BJP തന്നെ ഒരു പ്രൈവറ്റ് ടീമിനെയാണ് റാലി മാനേജ്മെന്റ് ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മൾ കരുതും BJPക്കാരാണെന്ന്. അല്ല, BJPക്കാർ പ്രാഥമികമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ. ഇപ്പൊ നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരുന്നെങ്കിൽ തിരുവനന്തപുരത്താണ് വരുന്നെങ്കിൽ അതിന് ഉചിതമായ 3 സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതിനുശേഷം അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി പരിശോധിക്കും, ഈ റാലി മാനേജ്മെന്റ് നോക്കും, ഇത്ര ലക്ഷം പേർക്ക് അവിടെ ഇരിക്കാൻ തയ്യാറാണോ. അതിനുശേഷം ഈ പാർട്ടി പ്രവർത്തകരുടെ കൃത്യമായ കണക്ക് മേടിക്കും, നിങ്ങളുടെ മണ്ഡലത്തിൽ നിന്ന് എത്ര പേര് വരുന്നു എന്ന്. നമ്മൾ മിക്കവാറും കണ്ടിട്ടുണ്ട് ഈ നരേന്ദ്രമോദി അമിത്ഷാ അങ്ങനെയുള്ള നേതാക്കന്മാർ വരുമ്പോൾ ഈ BJPക്കാരും ഒക്കെ ചെയ്യുന്ന പണി, അവരൊരു വലിയ കമ്മിറ്റി, വേറെ എക്സ്ട്രാ ഒരു കമ്മിറ്റിയോട് ഉണ്ടാക്കും. സ്വാഗത സംഘം പോലെ ഒരു കമ്മിറ്റി ഉണ്ടാക്കും. അതിൽ ഫുഡ്, വാട്ടർ, സെക്യൂരിറ്റി, ക്ലീനിങ്, ഇതിനൊക്കെ ഒരു 10, 200, 300 പേരെ വെച്ചിട്ടാണ് ഇവർ കമ്മിറ്റി ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആൾക്കൂട്ടങ്ങളെ നിയന്ത്രിക്കാനുള്ള
ഒരു സംവിധാനം അവർ തന്നെ ഉണ്ടാക്കുക. അവർ പോലീസിനെ നോക്കി ഇരിക്കുകയല്ല ചെയ്യുന്നത്. എല്ലാ പണിയും നമുക്ക് പോലീസിനെ ഏൽപ്പിക്കാൻ കഴിയില്ല. ഇത്രയും ലക്ഷം പേരും ഇത്രയും കോടി പേരും ഒക്കെ വരുമ്പോൾ എല്ലാ ജോലികളും നമുക്ക് പോലീസിനെ ഏൽപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായി തന്നെ വളണ്ടിയർമാരുണ്ടാകും. അവരപ്പോൾ അതിനെ നമ്മൾ ഈ വലിയ വലിയ നേതാക്കന്മാർ വരുന്ന പരിപാടിയിൽ പോയാൽ നമുക്ക് അറിയാൻ പറ്റും. ഓരോ സ്ഥലങ്ങളിലേക്ക് ഈ ആൾക്കാരെ അറേഞ്ച് ചെയ്ത് നിർത്തുന്നത് കാണാം. അതിന്റെ ഇടയ്ക്ക് അവരൊരു ഗ്യാപ്പ് കൊടുക്കും. പെട്ടെന്ന് തന്നെ ആംബുലൻസ് ഓടി വരാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം രണ്ട് വശത്തും അവർ ഒരുക്കി വെക്കാറുണ്ട്. ഈ നരേന്ദ്രമോദിയൊക്കെ കൊച്ചിയിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ നമ്മൾ കണ്ടല്ലോ. ഇപ്പൊ വിജയുടെ റാലി നമുക്ക് കാണുമ്പോഴേ വിചേട്ടാ, ഈ റാലിയെ ചുറ്റും ഈ എറുമ്പ് താഴെ ഉള്ള ഒരു പഞ്ചസാര പൊതിഞ്ഞു നിൽക്കുന്നത് പോലെയാണ് ആൾക്കാർ നിൽക്കുന്നത്. പക്ഷെ മോദിയൊക്കെ കൊച്ചിയിലൊക്കെ ഇവിടെ ഇറങ്ങി നടന്നപ്പോ റോഡ് മോദിക്ക് നടക്കാനായിട്ട് സൈഡിൽ വേലി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വേലിക്ക് പുറത്താണ് ആൾക്കാർ നിർത്തിയിരുന്നത്. അങ്ങനെ ഒരു മാനേജ്മെന്റ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ വിജയുടെ കേസിൽ ആ ഒരു മാനേജ്മെന്റ് ഇല്ല. വിജയുടെ അടുത്തേക്ക് ജനം ഇങ്ങനെ അപ്പൊ അങ്ങനെ ഒരു മാനേജ് പോലും പറയാൻ ബോധമില്ലാത്ത ഒരു ടീമാണ് TVKയുടെ കൂടെ ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കറക്റ്റാണ്, ആ പറഞ്ഞതാണ് 100% ശരി. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് കൊടിയും പിടിച്ച് മുദ്രാവാക്യം പിടിച്ച് പ്രസംഗിക്കുന്നത് മാത്രമല്ല, ഇതുപോലെയുള്ള പ്രോഗ്രാംസ് നമ്മൾ കണ്ടതല്ലേ. ഇന്ത്യയിൽ എത്രയോ സ്ഥലങ്ങളിലാണ് ഈ BJPക്കാർ അവരുടെ നേതാക്കന്മാർ വരുന്നത്. CPM കേരളത്തിൽ എത്രയോ വലിയ സമ്മേളനങ്ങൾ നടത്തി, കോൺഗ്രസ്സുകാർ അവരുടെ എത്രയോ വലിയ സമ്മേളനങ്ങൾ. ഇവിടെ ഒന്നും നമ്മൾ ഈ തെക്കും തിരക്കും ഇത് കാണുന്നില്ല. കാരണം ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇവിടെ നടൻ എന്ന നിലയിലാണ് ഈ ആളുകൾ കൂടുന്നത്. ഇപ്പൊ തന്നെ ഒരു കാര്യം മനസ്സിലായില്ലേ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ എന്തുകൊണ്ടാണ് അടുക്കും ചിട്ടോടെ ഇരിക്കുന്നത്? അവരുടെ നേതാവ് മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യും, വെഞ്ഞാളമൂടി വന്നവര് ആ ഭാഗത്തേക്ക് ഇരിക്കൂ, പേരൂർക്കടയിൽ നിന്ന് വന്നവർ ഈ ഭാഗത്തേക്ക് ഇരിക്കൂ, നിങ്ങളുടെ വണ്ടി ആ ഭാഗത്തേക്ക് വെക്കൂ. കാരണം എന്താണ്? അത് പ്രവർത്തകരാണ്. ഇവിടെ പ്രവർത്തകരല്ല, ആരാധകരാണ് ഈ വന്ന് നിൽക്കുന്നത്. ഈ പറയുന്ന കൊച്ചുകുട്ടികളാണ് ഈ ആരാധകരായിട്ട് വന്ന് നിൽക്കുന്നത്. ഇത് വോട്ടായി മാറുമോ? ഇല്ല. ഇത് മുമ്പും നമ്മൾ പറഞ്ഞിരുന്നു, ആരാധന വോട്ടായി മാറില്ല. ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ട ലൈക്ക് കിട്ടും, വോട്ട് കിട്ടില്ല എന്ന് പറയുന്നത് പോലെയാണ് ആരാധകർ കൂടാ. ഇവിടെ അദ്ദേഹം ചെയ്തത് പരിണതപ്രജ്ഞരായിട്ടുള്ള ഒരൊറ്റ ആൾ പോലും അദ്ദേഹത്തിന്റെ ഈ പാർട്ടിയിൽ ഇല്ല എന്ന് തെളിഞ്ഞു. മറ്റൊന്ന്, അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിന് പറ്റിയ ആളല്ല, അല്ലെങ്കിൽ തനിക്കതിന് തഴക്കമില്ല എന്ന് മനസ്സിലാക്കുന്ന സംഭവമായി. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം നേരെ പോയത് ചെന്നൈയിൽ അദ്ദേഹത്തിന്റെ വസതിയിലാണ് പോയത്. ഒരുപക്ഷെ നമുക്ക് പറയാം അദ്ദേഹം ഒരു നടനാണ്, കരൂരിൽ ഇവരെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നാൽ വീണ്ടും ആള് കൂടുമെന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ പോലും ടെക്നിക്കലി അദ്ദേഹം ചെയ്യേണ്ടത് ഇതിനടുത്ത് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ അദ്ദേഹം സ്റ്റേ ചെയ്യണമായിരുന്നു. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് പാർട്ടി പ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുക്കണമായിരുന്നു, എങ്ങനെ വേണം എന്തു വേണം എന്നുള്ളത്. ഇവിടെ ഈ കൊടികെട്ടി ആംബുലൻസിലാണ്, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കൊടികെട്ടി ആംബുലൻസിലാണ് ഇവരെ കൊണ്ടുപോകുന്നതും മറ്റുമൊക്കെ. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പാകപ്പിഴകൾ വന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു. വേണമെങ്കിൽ സ്റ്റാലിന് ചോദിക്കാം, ഈ സ്വന്തം പ്രവർത്തകർ ഈ അപകടത്തിൽപ്പെട്ടപ്പോൾ കൊല്ലപ്പെട്ടപ്പോൾ ഓടി ഒളിച്ചൊരു നേതാവിന് എങ്ങനെ തമിഴ് ജനതയെ രക്ഷിക്കാൻ കഴിയുമെന്നൊരു ചോദ്യം ചോദിച്ചാൽ വിജയ്ക്ക് ഒന്നും പറയാൻ കഴിയില്ല. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ വിജയ്ക്ക് ഈ ഒരു ചോദിച്ചിട്ടുണ്ടല്ലേ? ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഈ വിജയ്ക്ക് ഇതിനെ റിക്കവർ ചെയ്യാൻ പ്രയാസകരമാണ്. കാരണം എക്സ്പീരിയൻസ് കുറവാണ്. അദ്ദേഹം സിനിമയിൽ കരയും, 100 പേരെ ഇടിച്ചിടാൻ പറ്റും, ബോംബിടാൻ പറ്റും. പക്ഷെ റിയൽ ലൈഫിൽ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന്, നേരെ മറിച്ച് പൊളിറ്റിക്കൽ പാർട്ടി, അതായത് ഇപ്പൊ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടി BJPയോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ആരുമായിക്കോട്ടെ, അവർക്കതിനെ റിക്കവർ ചെയ്യാം. നമ്മൾ കണ്ടിട്ടുണ്ട്, വലിയ സംഘർഷം നടക്കുന്ന മേഖലയിൽ പോലും അവരുടെയൊക്കെ നേതാക്കൾ വളരെ പുഷ്പം പോലെ കടന്നു ചെല്ലുന്നതും ജനങ്ങളെ ക്രൗഡ് മാനേജ്മെന്റ് എങ്ങനെയാണ് അവർ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, പൊളിറ്റീഷ്യന്മാര്. അപ്പൊ ഇവിടെ വിജയ്ക്ക് അത് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇനി എപ്പോ കഴിയുമെന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഇനി ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇതിൽ ചില രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി ഇന്നലെ രാത്രി മുതൽ നമ്മൾ കണ്ടു. വളരെ വിചിത്രമായിട്ടാണ് എനിക്കത് തോന്നുന്നത്. കാരണം ഈ നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നമ്മുടെ രാഷ്ട്രപതിയും എല്ലാം അനുശോചിച്ചു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, BJPയുടെ ഭാഗത്തുനിന്ന് വിജയുടെ പേര് പറഞ്ഞിട്ടില്ല ഒരു അനുശോചനത്തിലും. ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഞങ്ങൾ വളരെ വലിയ പ്രതിഷേധം മാധ്യമ പ്രവർത്തകർ ഉയർത്തുന്ന ഞാൻ കണ്ടു. എന്തുകൊണ്ട് വിജയുടെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞു? ആ പേര് പറഞ്ഞില്ല. അതൊന്ന്, ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, തുടക്കം മുതൽ തന്നെ വിജയ് ആദ്യമായി രാഷ്ട്രീയത്തിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു അണ്ണാമല നമ്മുടെ രാജ്യത്ത് തന്നെ ഇല്ല. അദ്ദേഹം ഒരു കോഴ്സിന് വേണ്ടിയിട്ട് UK മറ്റോ ആയിരുന്നു. അവിടുന്ന് തിരിച്ചെത്തി എയർപോർട്ടിൽ വെച്ചാണ്, കാരണം ആ വിഷ്വൽ നമ്മൾ മറക്കില്ല, എയർപോർട്ടിൽ വെച്ചാണ് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത്, വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് പുള്ളിയോട് പറഞ്ഞ് ഒരുപാട് പേര് വരണം, ചെറുപ്പക്കാർ വരണം രാഷ്ട്രീയത്തിലേക്ക്, വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെതിരെ പോരാടാൻ കഴിയൂ. അന്ന് തൊട്ട് ഇന്ന് വരെ BJPയുടെ സ്റ്റാൻഡ് അങ്ങനെയാണ്. BJP നിൽക്കുന്നത്. ഒരിക്കൽ പോലും വിജയുടെ പാർട്ടി അവർ തുടക്കം മുതലേ തന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞിരുന്നില്ല. ആ ആദ്യഘട്ടങ്ങളിൽ വിജയ് BJPക്ക് എതിരെ പറഞ്ഞിരുന്നു. നരേന്ദ്രമോദിയെ പോലും പേരെടുത്ത് വിമർശിച്ചിട്ടും BJPക്കാരും വിജയുടെ പേരോ ഒരുപക്ഷെ വിജയ്ക്ക് പബ്ലിസിറ്റി കൊടുക്കണ്ടെന്ന് കരുതിയിട്ടാകാം, ഇല്ലെങ്കിൽ വേണ്ട എന്ന് കരുതിയിട്ടാകാം. കാരണം അവരെ സംബന്ധിച്ച് അവിടെ അവർക്കിപ്പോൾ ആരെ വേണമെങ്കിൽ സ്വീകരിക്കാവുന്ന രീതിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. അവസാനം ഈ DMKക്കെതിരെ വിജയ് നിലപാട് ഘടിപ്പിച്ചപ്പോൾ അണ്ണാമലെ പറഞ്ഞത്, നിങ്ങൾക്ക് DMK ആണ്
താഴെ ഇറക്കേണ്ടതെങ്കിൽ ഞങ്ങളോടൊപ്പം ചേരും, ഞങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാം എന്നാണ് BJP പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ പളനിസ്വാമി അദ്ദേഹത്തിന്റെ പര്യടനങ്ങളെല്ലാം ഇവിടെ ഈ സ്ഥലത്ത് തന്നെ കരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 2 ദിവസം മുമ്പ് ADMK റാലി ഉണ്ടായിരുന്നു. ഏതാണ്ട് 20,000-ഓളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട്, 10,000 പേര് നിൽക്കേണ്ട സ്ഥലത്ത് 20,000 പേരെ പങ്കെടുപ്പിച്ചിട്ട് പളനിസ്വാമി പങ്കെടുത്തൊരു പരിപാടി ഉണ്ടായിരുന്നു അവിടെ ഒന്നും സംഭവിച്ചില്ല. അതൊക്കെ ജനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ക്രൈസിസിൽ പെട്ടുപോയി. ഇതിന്റെ ഒരു ഫലം പ്രത്യേകിച്ച് നമ്മൾ കണ്ടതാണ്. സ്റ്റാലിൻ ഇന്നലെ രാത്രി 1 മണിക്ക് തന്നെ ഈ ആശുപത്രികളിൽ എത്തുന്നതും ഇന്ന് നേരം പുലരും മുമ്പ് തന്നെ ഈ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ധനുഷ് പറഞ്ഞതൊക്കെ അദ്ദേഹം ഇന്നലെ ട്വീറ്റ് ചെയ്തു, എനിക്ക് വീട്ടിലിരിക്കാൻ കഴിയില്ല എന്ന്. ആ സമയത്ത് അതെന്താണ് ഒരു ഒളിയമ്പാണ്. വിജയ് വീട്ടിലിരിക്കുമ്പോൾ തനിക്ക് വീട്ടിലിരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് DMK വളരെ ബുദ്ധിപൂർവ്വമാണ് നിൽക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഞാൻ ഈ ചെയറിൽ വന്നിരിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കിട്ടുന്ന വാർത്ത, അറസ്റ്റ് ചെയ്യുന്നില്ല, പോലീസ് സർക്കാർ നേരിട്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, പകരം കോടതി ആവശ്യപ്പെട്ടാൽ അറസ്റ്റ് ചെയ്യും. ഇനിയിപ്പോ ചെയ്യാൻ പോകുന്ന കാര്യം, ഇതിന്റെ ഇപ്പോൾ തന്നെ അവിടുത്തെ സെക്രട്ടറിയെ, ഈ പറയുന്ന സ്ഥലത്തെ സെക്രട്ടറി, ഇവരുടെ പാർട്ടിയുടെ BJയുടെ പാർട്ടിയുടെ സെക്രട്ടറി അറസ്റ്റ് ചെയ്യാൻ നീക്കം തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ മെയിൻ നേതാക്കളെല്ലാം അകത്തു പോകും. ഇവരുടെ മെയിൻ നേതാക്കളെല്ലാം അകത്തു പോയാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതോടുകൂടി മനോവീര്യം പ്രവർത്തകരുടെ തകർന്നു പോകും. വിജയ്ക്ക് എക്സ്പീരിയൻസ് ഇല്ല, BJയുടെ പാർട്ടി എക്സ്പീരിയൻസ് ഉള്ളവർ ആരുമില്ല. ഇതിനെ എങ്ങനെ റിക്കവർ ചെയ്യും, ഇവരെ എങ്ങനെ പുറത്തെത്തിക്കും എന്നുള്ളത്, അതോടുകൂടി തന്നെ ഇതിന്റെ അടിത്തറ ഇളകാനുള്ള സാധ്യതകളാണ് ഒന്ന്. അത് DMK ഇളക്കും. കാരണം അവരെ സംബന്ധിച്ച് അവർ വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. BJP എടുത്തോ ADMK എടുത്തോ കളിക്കുന്ന കളിയല്ലല്ലോ. ഈ വിജയ് കണക്ക് വളരെ ശിശുവായിട്ട് ഒരാള്, ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ കടന്നു വരുമ്പോൾ സ്വാഭാവികമായി ഇനിയിപ്പോ ഇവരുടെ 2ാം കിട 3ാം കിട നേതാക്കന്മാരെ ആയിരിക്കും വേട്ടയാടുന്നത്. ഇതിന്റെ മറവിൽ വേണമെങ്കിൽ ഈ ജില്ലയുടെയും അടുത്ത ജില്ലയിലെയും ഉള്ള നേതാക്കന്മാരെ വരെ DMK പിടിക്കും. ഇന്നിനിപ്പോ കോടതി പറയുകയാണ് ഇതിന് ഉത്തരവാദിയായിട്ടുള്ളവരെ ആയിട്ട് വിജയിയെ കുറ്റക്കാരനായിട്ട് കണ്ടെത്തി അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സ്റ്റാലിന് സുന്ദരമായിട്ട് കൈ കഴുകാൻ പറ്റും. ഞാനല്ല, കോടതിയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റിലേക്ക് നീങ്ങാൻ പറ്റും. പക്ഷെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗുണം കിട്ടുന്നത് വിജയിക്കായിരിക്കും. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ക്രിക്കറ്റിന്റെ ആഘോഷം നടന്നതായിരുന്നു മറ്റേ ഇവിടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തില്. അവിടെ തിക്കും തിരക്കും വന്നപ്പോ വിരാട് കോഹ്ലി അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രക്ഷോഭങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. ക്രിക്കറ്റിന്റെ അതായത് അദ്ദേഹം വന്നതുകൊണ്ടാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായി ഇത് അതിലേക്ക് പോകാം. ഇപ്പൊ ധൃതി പിടിച്ച് നീക്കം വേണ്ട. കാരണം അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം ഒരു കരുതലെടുക്കുന്നുണ്ട്. നമ്മൾ തുടക്കത്തിലേ പറയുന്നുണ്ട്, ഈ വിജയ് ചോർത്തുന്ന വോട്ടുകൾ ഭൂരിപക്ഷം DMKയുടെ വോട്ടാണ്. BJPയെ സംബന്ധിച്ച് ഒരു ടെൻഷനും ഈ കാര്യത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് എന്ത് കിട്ടിയാലും നേട്ടമാണ്. അവരെ സംബന്ധിച്ച് അവരുടെ വോട്ട് ബേസിലൊന്നും വിജയുടെ പാർട്ടി കടന്നു കയറില്ല. കാരണം അവരുടെ കോർ വോട്ട് ഏതാന്ന് പറഞ്ഞാൽ അവർ ബേസിക് വോട്ടും ADMKയുടെ ഈ വനിതാ യൂത്ത് വിങ് ഒരു വലിയ അളവിൽ ഇങ്ങോട്ടേക്ക് ചാടിയിരുന്നു. അതായത് നമ്മുടെ ഈ പളനിസ്വാമി പനീർശെൽവം പ്രശ്നവും BJP ഇവരെ അടുപ്പിക്കാതിരുന്നു, ഇവർ തമ്മിലുള്ള ഒരു ശണ്ട ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ചാടി വന്നവരുണ്ട്. അവർക്ക് ആ ഒരു ബേസ് അവിടെ സുന്ദരമായി നിൽക്കുന്നുണ്ട്. പിന്നെ ചില ജാതി മത സമവാക്യങ്ങളും നിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ADMK സംബന്ധിച്ചും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറില്ല. DMKയുടെ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറുക എന്നുള്ളതാണ് വിജയുടെ തുടക്കം മുതലേ ഉള്ള ഒരു ലക്ഷ്യം. ഏതായാലും ഇനി വിജയുടെ ഓരോ നീക്കങ്ങളും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വിജയ് വലിയൊരു എമൗണ്ട് ഓഫർ ചെയ്തുകൊണ്ട് ചിലപ്പോൾ തൽക്കാലം ഒരു കണ്ണിൽ പൊടിയിടുന്ന ഒരു തന്ത്രം ആയേക്കും. ഏതായാലും ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് വ്യക്തമാകുന്നുണ്ട്, വിജയ് ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ ഒരു തികഞ്ഞ പരാജയം തുടക്കം മുതലേ കാണിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് തന്നെ ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഈ പൊളിറ്റിക്സിൽ നിൽക്കണമെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരെ കുറെ പേരെ തലപ്പത്തേക്ക് കൊണ്ടുവരികയും അതിനനുസരിച്ചുള്ള അറേഞ്ച്മെന്റും ചെയ്യേണ്ടത്. കാരണം സ്റ്റാർ എന്നുള്ള ഒരു വാല്യൂ മാറ്റി വെച്ചാൽ മാത്രമേ ഈ ജനകീയനാകാനും പൊതുപ്രവർത്തകനാകാനും കഴിയൂ. സിനിമയിൽ നമുക്ക് പലതും കാണിക്കാൻ പറ്റും. സിനിമയിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണത്. നമ്മൾ പലരെയും കാണുന്നതാണ്. അത് റിയാലിറ്റി വന്നിട്ട് അത് എത്രമാത്രം അത് ജനങ്ങളുടെ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് പോലും അറിയാൻ മേലാത്ത പല താരങ്ങളെ നമ്മൾ കാണാറുമുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ റിയാലിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് വിജയ് എടുത്തു ചാടിയുള്ള ഒരു തീരുമാനത്തിന് പകരം കുറച്ചു നാളെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നിന്നിട്ട് അദ്ദേഹം മാറുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലത് എന്നുള്ളതാണ്. അപ്പൊ ചോദിക്കും, ഇതിനു മുമ്പ് സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിൽ വന്നിട്ടില്ലെന്ന് വെച്ചാൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പവൻ കല്യാൺ വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ തമിഴ്നാട്ടിൽ വന്നത് നമ്മുടെ വിജയകാന്ത് ക്യാപ്റ്റൻ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ക്യാപ്റ്റന്റെ റാലിക്ക് വലിയ ജനത്തിരക്കായിരുന്നു. അവിടെ പ്രതിപക്ഷം പോലും ആയിട്ടുള്ള പാർട്ടിയാണ് ഈ ക്യാപ്റ്റൻ വിജയകാന്തിന്റെ പാർട്ടി. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ റാലിക്ക് തിക്കും തിരക്കും ഉണ്ടാകാന്ന് വെച്ചാൽ സിമ്പിളാണ് എന്റെ ഉത്തരം. അദ്ദേഹത്തിന്റെ സമുദായാംഗങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സ്ട്രെങ്ത്. സമുദായാംഗങ്ങൾ എന്ന് പറയുന്നത് പാർട്ടിക്കാരെന്ന് പറയുന്നത് ഒരുപോലെ തന്നെയാണ്. പച്ചടക്കം ഉണ്ടാകും. ഇവിടുന്ന് ഒരു അനൗൺസ്മെന്റ് കേട്ടാൽ നിങ്ങൾ അങ്ങോട്ട് മാറിയിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കയറിയിരിക്കുന്ന പറഞ്ഞാൽ കേൾക്കും. ഇതല്ല, ആരാധകരാണ്. ആരാധകർ ആൾക്കൂട്ടമാണ്. ആൾക്കൂട്ടത്തിന്റെ കാരണമാണിത്. അതല്ലാതെ ഇതൊരു പാർട്ടി പ്രവർത്തകരായിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു. അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകരായിരുന്നെങ്കിൽ ഇതേ രീതിയിൽ വരില്ലായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് 500ഓളം പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. പോലീസിന്റെ തലയിൽ വേണമെങ്കിൽ അതിനെ പഴിചാരി രക്ഷപ്പെടാൻ ഒരുപക്ഷെ കഴിയുമായിരിക്കും.